ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പതിവ് പോലെ തന്നെ കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മത്തി പോലെയുള്ള മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ കൈക്കൊരു മണമായിരിക്കും. സോപ്പിട്ട് കഴുകി കഴിഞ്ഞാലൊന്നും ഈ ഒരു മണം പോകത്തില്ല. പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ കൈക്ക് നല്ലോണം മീൻ മണക്കുകയും ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് വീട്ടിൽ പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ കുറച്ച് പെരിഞ്ജീരകം എടുത്തിട്ട് രണ്ട് കൈയിലും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. അപ്പം മീനിൻ്റെ ഈ ഒരു മണം അങ്ങ് പോയിക്കോളൂ കേട്ടോ. ഇനിയിപ്പോൾ പെരുംജീരകം ഇല്ല എങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓയിൽ എടുത്തിട്ട് കയ്യിലേക്ക് ഒരു തുള്ളി ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് രണ്ട് കയ്യിലും ആക്കി കൊടുത്താൽ മതി. അന്നേരം സ്മെല്ല് പോവും. പിന്നെ മൂന്നാമത്തെ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ എടുത്തിട്ട് ജസ്റ്റ് നഖം കൊണ്ടൊന്ന് അതിൻ്റെ തൊലി ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നീര് വരുമല്ലോ, ഈ ഒരു നീര് കയ്യിലേക്കാക്കി കൊടുത്താൽ മതി. എന്ത് വലിയ മീനാണെങ്കിലും എന്ത് മണമുള്ള മീനാണെങ്കിലും ഈ ഒരു സ്മെല്ല് അങ്ങ് പോയി കിട്ടും കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു മയിൽപ്പീലിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെ പല്ലി ശല്യം ഉണ്ടെങ്കിൽ അത് ഒരു പരിധി വരെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മയിൽപ്പീലി കൊണ്ട് പറ്റും കേട്ടോ. മയിൽപ്പീലി ഇതേപോലെ ചുവരിലൊക്കെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലി പിന്നെ ഈ ഒരു പരിസരത്തേക്ക് വരില്ല കേട്ടോ. മയിലിനെ പല്ലിക്ക് ഭയങ്കര പേടിയാണ്. ഇതെനിക്ക് യൂട്യൂബിൽ നിന്ന് കണ്ടൊരു ടിപ്പാണ് കേട്ടോ. ഞാൻ ആദ്യം അങ്ങനെ പറ്റൂല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കുറച്ച് മയിൽപ്പീലി കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു. സ്റ്റോർ റൂമിൽ എപ്പോഴും പല്ലി ശല്യമാണ്. പിന്നെ ഇത് വെച്ചതിന് ശേഷം പല്ലി ആ പരിസരത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ ഒരു സ്ലൈഡാണ് എടുത്തിട്ടുള്ളത്. അതിന് അതിൻ്റെ ഒരു സ്ലൈഡിൻ്റെ ഒരു കൂർത്ത ഭാഗമല്ലേ, അതൊരു എസ് പോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതെന്തിനാന്ന് വെച്ചാൽ ഇതേ രീതിയിലാണ് മടക്കി കൊടുക്കേണ്ടത്. പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പം പൊട്ടിപ്പോകാത്ത കുറച്ച് വലിയ സ്ലൈഡ് ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഒരു ടേബിൾ ടേപ്പാണ്. ഈ ഒരു ടേബിൾ ടേപ്പ് എടുത്തിട്ട് ഇതേപോലെ നമുക്ക് നമ്മുടെ കിച്ചൺ സിങ്ക് ഉണ്ടാവില്ല, ഈ ഒരു സിങ്കിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലോ സൈഡിലോ എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജോലിക്ക് കഴിഞ്ഞ ശേഷം ഇതേപോലെ നമ്മൾ സ്ക്രബ്ബറും സ്റ്റീൽ ബോർഡൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതേപോലെ തൂക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അതെപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് ഒരുപാട് അണുക്കളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ആകുമ്പം കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മളിപ്പം മഴയൊക്കെ അതിനെക്കൊണ്ട് തന്നെ രാവിലെയൊക്കെ അടുപ്പിലൊക്കെ വെച്ചിട്ട് ഭക്ഷണമൊക്കെ വയ്ക്കുന്നവരുണ്ടെങ്കിൽ തീപ്പെട്ടീൻ്റെ ആവശ്യം വരും. അപ്പോൾ തീപ്പെട്ടി മഴയൊക്കെ അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് നന്നായിട്ട് തണുത്ത് പോയിട്ടുണ്ടാവും. നമുക്ക് ഈ ഒരു കൊള്ളിയൊന്നും ഉരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, കൊള്ളി പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അപ്പം തീപ്പെട്ടി ഈ ഒരു കൂടിൻ്റെ അകത്തേക്ക് കുറച്ച് അരിമണി ഇട്ട് വെക്കുകയാണെങ്കിൽ ഈ ഒരു കൊള്ളി പൊടിഞ്ഞൊന്നും പോകത്തില്ല. തീപ്പെട്ടി കൊള്ളി നല്ല സ്റ്റിഫായിട്ടിരിക്കും കേട്ടോ. പിന്നെ തീപ്പെട്ടീൻ്റെ ഈ ഒരു ഭാഗത്തുള്ള മരുന്ന് അവിടെ ഉരച്ചാൽ കത്തുന്നില്ല എങ്കിൽ തീപ്പെട്ടി രാത്രി എപ്പോഴെങ്കിലും കുറച്ച് സമയം ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി. അപ്പം ഈ ഒരു തണുത്തിരിക്കുന്നതൊക്കെ അങ്ങ് മാറിക്കിട്ടും കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ നല്ല ഷർട്ട് അതേപോലെ തന്നെ ബനിയനൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ കോളറേമിൽ ഇതേപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ തിരുമ്പുന്ന കല്ലുമ്മലിട്ട് നമ്മൾ ഉരയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നൂല് പൊന്തിയിട്ട് വേഗം പോവും. പുതിയ ഷർട്ടൊക്കെ ആണെങ്കിൽ ഇതേപോലെ അഴുക്കുണ്ടെങ്കിൽ ഈ ഒരു അഴുക്ക് പിടിച്ച ഭാഗം നമ്മൾ ഉരച്ചാലും അതൊരു തയമ്പ് പോലെ അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇങ്ങനെ നല്ല ഷർട്ടൊക്കെയോ അല്ലെങ്കിൽ ബനിയനൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിക്കൊന്ന് കഴുകി നോക്കുക. കോളറേമിലുള്ള അഴുക്കും പോവും, നൂലും പൊന്തത്തില്ല, ഈ ഒരു തഴമ്പ് പോലെ പിടിച്ചെടുക്കുന്നതൊക്കെ അങ്ങ് മാറിക്കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് പേസ്റ്റാണ് വേണ്ടത്. കോൾഗേറ്റിൻ്റെ വെള്ള കളർ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. പിന്നെ വേണ്ടത് ഷാമ്പു ആണ്. 1-2 തുള്ളി ഷാമ്പു ഇതിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു ഒറ്റ പാക്കറ്റ് ഷാമ്പു വെച്ചിട്ട് നമുക്ക് 5-6 ഷർട്ടൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പറ്റുമേ. എന്നിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് പഴയൊരു ബ്രഷാണ്. ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു കോളറേമിലുള്ള അഴുക്കിനുള്ള ഭാഗത്തേക്ക് ആയിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു അഴുക്കും പൂർണ്ണമായിട്ട് മാറിക്കിട്ടുകയും ചെയ്യും. ചില ഷർട്ടിൻ്റെ കോളറേമിലൊക്കെ ഉണ്ടാവും അഴുക്ക് പിടിച്ച് പിന്നെ ഇതൊരു തയമ്പൊക്കെ ആയിട്ട് മാറി. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സ്കൂൾ യൂണിഫോമിലൊക്കെയാണ് ഇങ്ങനെ അധികം ഉണ്ടാവുക. ഈ ഒരു കോളർ നമുക്ക് കല്ലുമ്മലിട്ട് ഉരച്ച് ഞാൻ ചില കുട്ടികളെ ബസ്സിലൊക്കെ കാണാം ഇങ്ങനെ ഉരച്ചിട്ട് ഈ ഒരു കോളർ ഇങ്ങനെ വിട്ട് തുന്നിയും കീറിയൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അഴുക്ക് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. ഒരിത്തിരി പോലും അഴുക്കോ അല്ലെങ്കിൽ ഈ ഒരു തയമ്പ് പിടിച്ചു കിടക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു പേസ്റ്റും ഷാമ്പുവും വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്കൂൾ യൂണിഫോം അതേപോലെ നല്ല ഷർട്ട് ബനിയന് ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ പറ്റും കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ കോൾഗേറ്റൊക്കെ വാങ്ങി അതൊക്കെ തീരാറായി കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്തും ആടയും ഇവിടെയൊക്കെ ആയിട്ട് ഇതേപോലെ പേസ്റ്റ് കിടക്കുന്നുണ്ടാവും. നമ്മൾ മുകളിൽ മാത്രമാണ് ഞെക്കിയെടുക്കുക. പിന്നെ ഈ ഒരു പേസ്റ്റിൻ്റെ ട്യൂബേ അങ്ങ് മാറിപ്പോകും നമ്മൾ ഞെക്കി. അപ്പം നമുക്ക് അടിയിലുള്ള പേസ്റ്റൊക്കെ എളുപ്പത്തിൽ തന്നെ മുകളിലേക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബ്രഷ് എടുത്തിട്ട് ഒന്ന് നിലത്തോ എവിടെയെങ്കിലും വെച്ചിട്ട് മുകളിലേക്ക് ഇതേപോലെ ഒന്ന്
വൃത്തിയായിട്ടൊന്ന് ഇതാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടിഭാഗത്ത് മൂലയിലും സൈഡിലും ഒക്കെ ആക്കി ഉള്ള ഈ ഒരു പേസ്റ്റ് മുകളിലേക്ക് അങ്ങ് പോയിക്കോളൂ കേട്ടോ. പിന്നെ അടിഭാഗത്തായിട്ട് ഒരിത്തിരി പോലും പേസ്റ്റ് ഉണ്ടാവില്ല. നമുക്കത് ഈ ഒരു പേസ്റ്റ് ട്യൂബിലുള്ള മുഴുവനായിട്ടും ഇതേ രീതിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഒത്തിരി പോലും ഈ ഒരു ട്യൂബിൻ്റെ അകത്തേക്കായിട്ട് പറ്റിപ്പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഈ ഒരു അടിഭാഗം ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും സ്ലൈഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ക്ലിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ മുകളിലുള്ളത് നമുക്ക് എളുപ്പത്തിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. ഇതേപോലെ അടിഭാഗത്ത് ഒത്തിരി ഉണ്ടാവത്തില്ല. അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനത് ഇവിടെ ഒരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 5-6 തുള്ളിയോളം ഹാർപ്പിക് ഒഴിച്ചു കൊടുക്കുക. ഒരു 6 തുള്ളിയോളം മതിയോ? ഇത് തുള്ളിയായിട്ട് ഒഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഒരു 6 തുള്ളി കണക്കാക്കിയിട്ട് എടുക്കുക. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഒരു 1/2 സ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. ഒരു 3/4 ഗ്ലാസ് വെള്ളവും കൂടെ ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു അരമൂടിയോളം, അരമൂടി തികച്ച് വേണ്ട, അത്രയും അളവിൽ നമ്മുടെ കംഫർട്ടും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കുഴൽക്കിണറിലെ വെള്ളം ഉപയോഗിക്കുന്നവരും അല്ലെങ്കിൽ നമ്മൾ ഓരോരോ പ്രാവശ്യം ടോയ്ലറ്റിൽ പോകുമ്പോഴും ആ ടോയ്ലറ്റ് വളരെ വൃത്തിയായിട്ടും അതേപോലെ തന്നെ യാതൊരുവിധ സ്മെല്ലൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കുപ്പി വെച്ചിട്ട് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ എന്നിട്ട് കുപ്പീൻ്റെ മൂടി ഇട്ടിട്ട് ഈ ഒരു കുപ്പീൻ്റെ മൂടീൻ്റെ മുകളിലായിട്ട് ചെറിയൊരു സൂചീൻ്റെ അത്രയും വലിപ്പമുള്ളൊരു ഓട്ട ഇട്ട് കൊടുക്കുക. നമ്മൾ ഒരുപാട് അളവിലെടുത്താൽ കുപ്പീൻ്റെ പുറത്തേക്ക് പതഞ്ഞ് പൊങ്ങിയിട്ട് എല്ലാം നിലത്തേക്ക് തൂവിപ്പോകും കേട്ടോ. അതാണ് വളരെ കുറച്ചെടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഞാനിതാ മൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നേരെ നമ്മൾ ടോയ്ലറ്റിലേക്കാണ് കേട്ടോ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഈ ഒരു മൂടീൻ്റെ മുകളിലായിട്ട് ഒരു കുഞ്ഞ് മതി, വലുതൊന്നും എടുക്കണ്ട കേട്ടോ. ഈ ഒരു രീതിക്കാണ് നമ്മളിത് ടോയ്ലറ്റിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ ടോയ്ലറ്റ് എനിക്കിവിടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഫ്ലഷ് ടാങ്ക് ഇല്ല കേട്ടോ. നമ്മൾ ക്വാർട്ടേഴ്സിലാണുള്ളത്. അപ്പോൾ പുറത്തായിട്ടുള്ള ഫ്ലഷ് ടാങ്ക് ഇവിടെ പുറത്തായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഫ്ലഷ് ടാങ്കിൻ്റെ അകത്ത് ഇതേപോലെ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ അകത്തൊരു ദണ്ട് ഉണ്ടാവില്ലേ, അതിൻ്റെ മുകളിലായിട്ട് ഇതേ രീതിക്കൊന്ന് കെട്ടി വെച്ച് കൊടുക്കുക. നമ്മൾ ഓൾസ് ഇട്ടതിനെ കൊണ്ട് തന്നെ നമ്മൾ ഓരോരോ പ്രാവശ്യം ഫ്ലഷ് അടിക്കുമ്പോഴും ഈ ഒരു ലിക്വിഡും കൂടെ വരും. അപ്പം ബാത്റൂം നന്ന വൃത്തിയായിട്ടിരിക്കും കേട്ടോ. ഹാർപ്പിക്കും ബേക്കിംഗ് സോഡയും ഉള്ളതിനെ കൊണ്ട് തന്നെ ഈ ഒരു മഞ്ഞ പിടിക്കുന്നതൊക്കെ ഇല്ലാണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ കംഫർട്ട് ഒഴിച്ചതിനെ കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ. ടോയ്ലറ്റിലേക്ക് വരുമ്പോഴൊക്കെ നമ്മൾ ഓരോരോ പ്രാവശ്യം പോയി കഴിഞ്ഞാലും ഈ ഒരു ഫ്ലഷ് അടിക്കുമ്പം ഇതും കൂടെ വരുന്നതിനെ കൊണ്ട് തന്നെ ടോയ്ലറ്റ് ഒരിക്കലും വൃത്തികേടായിട്ട് കിടക്കത്തില്ല കേട്ടോ. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. നല്ലൊരു പതയൊക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെ കുഴൽക്കിണറിലെ വെള്ളം ഉപയോഗിക്കുമ്പം നന്നായിട്ട് മഞ്ഞ പിടിക്കും. അതൊക്കെ ഇതുവഴി ഇല്ലാതാക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.